20 കിലോമീറ്റർ വീതിയും 40 കിലോമീറ്റർ നീളമുള്ളൂ. അല്ലാണ്ട് ഇന്ത്യ പോലെ 4 ദിവസം ട്രെയിനിൽ പോണ രാജ്യമല്ല. 40 കിലോമീറ്റർ നീളവും 20 കിലോമീറ്ററും വീതിയുള്ള ചെറിയൊരു ഭാഗമാണ് ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഫലസ്തീനിൽ ഞാൻ പോയിട്ടുണ്ട്, ഇസ്രായേലിലും ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല ഫലസ്തീനും ഇസ്രായേലും ഉള്ള കിടപ്പ്. അമേരിക്ക അല്ല, അമേരിക്കന്റെ അപ്പുറത്തുള്ള ഒരാൾ വിചാരിച്ചാലും ഫലസ്തീനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മോദി സർക്കാർ പറഞ്ഞു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ പറഞ്ഞു. എന്റെ സുഹൃത്ത് 20 കിലോമീറ്റർ വീതിയും 40 കിലോമീറ്റർ നീളമുള്ള ഈ ചെറിയ ഈ ഫലസ്തീനെ അടിക്കാനാണോ ഇത്ര വലിയ വൻശക്തികൾ ഇടപെടുന്നത്? അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവർ അടി തുടങ്ങിയതാണ്. പക്ഷേ നാടകം ആരുടെ നടന്നിട്ടില്ല. അത് എന്തുകൊണ്ട് നടക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ പദ്ധതിയാണ് മോളെ. ദൈവം തീരുമാനിക്കാതെ ഒരു കാര്യം നടക്കില്ല. ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യണ എവിടെയെന്നറിയോ? 3 ജാതികളുടെ ഹെഡ് ഓഫ് അമേരിക്കോട്ടാണത്. ഇവിടെ നിൽക്കുന്ന 1 മുസ്ലിങ്ങളുടെ പള്ളി, 2 യഹൂദന്മാരുടെ ദേവാലയം, 3 ക്രിസ്തു ജനിച്ച് വളർന്ന് മരിച്ച സ്ഥലം. അപ്പൊ വളരെയധികം പ്രപഞ്ച സൃഷ്ടാവിന്റെ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേസ് ആണ് ഫലസ്തീൻ. അതിൽ മാനുഷികമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വിചാരിച്ച പോലെ അല്ല. എന്റെ സഹോദരന്മാരെ, ആയിരക്കണക്കിന് വർഷം മുമ്പ് എന്തെല്ലാം അഭ്യാസങ്ങൾ, എത്ര വലിയ ബോംബുകളും എത്ര വലിയ പാറ്റൺ ടാങ്കുകളും വെച്ചിട്ട് ഇസ്രായേൽ ഫലസ്തീൻ അടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇപ്പൊ അവര് വെള്ളം നിർത്തി, കറണ്ട് നിർത്തി. എന്നിട്ട് സംഭവിച്ചോ? ഇല്ല. ഫലസ്തീൻ ഇസ്രായേൽ ചെയ്യണ എന്താണെന്നറിയോ? അവിടെയുള്ള സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകളിലും പാവപ്പെട്ട കൊച്ചു പിള്ളേരുണ്ടല്ലോ, അവരിനെ വെടിവെച്ച് കൊല്ലലാണ്. നിങ്ങൾ കൊല്ലേണ്ടത് ആരെന്നറിയോ? അമാസ് എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റ് സംഘടന ഉണ്ട്. ആ ടെററിസ്റ്റ് സംഘടന ഫലസ്തീൻ അംഗീകരിക്കണില്ല. പക്ഷെ അവര് നിലകൊള്ളണ്. നിങ്ങൾക്കറിയാം, അവര് പറന്നിറങ്ങാണ് മോളെ, പറന്നിറങ്ങാണ്. മോള് കണ്ടിട്ടുണ്ടാവും ടിവിയില്. അമാവാസ് എന്ന് പറഞ്ഞ ഈ സംഘടന, അമാസ് എന്ന് പറഞ്ഞ സംഘടനന്റെ ഫൈറ്റേഴ്സ് അവര് ഫുൾ ട്രെയിനഡ് ആൾക്കാരാണ്. അല്ലാണ്ട് ഈ പൊട്ടാത്ത തോക്കില്ലേ, പൊട്ടാത്ത തോക്ക് AK-47 പൊട്ടാത്തത്, അതെടുത്ത് കര അന്ന് വെടിവെക്കുന്ന ടീമല്ല. അവര് പറന്നടിക്കുന്ന ടീമാണ് ആര്? അമാസുകള്. അമാസിന്റെ ഒരാളിനെ ഇസ്രായേലിനെ തൊടാൻ കഴിയില്ല. അമാസിന്റെ ഒരാളിനെ തൊടാൻ കഴിയില്ല ഇസ്രായേലിന്, അമേരിക്കക്കും കഴിയില്ല, ഈ ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല. അത് എന്തുകൊണ്ടാണ്? അവര് ട്രെയിനഡ് ആണ്, വെൽ ട്രെയിനഡ് പീപ്പിൾ. അമാസ് എന്ന് പറഞ്ഞ വെൽ ട്രെയിനഡ് പീപ്പിൾ ആണ്. അല്ലാണ്ട് അപ്പ കാണുന്നവൻ അപ്പാപ്പ എന്ന് വിളിക്കുന്ന ആൾക്കാരല്ല മോളെ. അമാസി എന്ന് പറഞ്ഞ ഈ ടെററിസ്റ്റ് സംഘടന ഇസ്രായേൽ പോലും അംഗീകരിക്കുന്നില്ല. യാസർ അറഫാത്ത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. യാസർ അറഫാത്ത് ജീവിച്ചിരിക്കുമ്പോ അമാസിനെ അംഗീകരിച്ചിട്ടില്ല. ഈ ലോകത്തിലെ ഒരു സംഘടനയും ഒരു രാജ്യവും അമാസിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ അമാസിനെ അടിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇസ്രായേലിനെ ഇല്ലാണ്ടാക്കാൻ കഴിയുള്ളൂ. 20/40 20/40 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ അവിടെ പോയതാ. അതിനിപ്പോ അമേരിക്ക പടക്കപ്പൽ അയച്ചിരിക്കുന്നു. അമേരിക്ക അയച്ചിരിക്കുന്നത് എന്താണ്? പടക്കപ്പൽ. അമേരിക്കന്റെ പടക്കപ്പൽ നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഇന്ത്യ ആയിട്ട് യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള സുനാമിയാണ് അയച്ചിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ആയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന കപ്പലിനെയാണ് അമേരിക്ക അയച്ചിരിക്കുന്നത്. അതിപ്പോ അവിടെ നങ്കൂരം ഇട്ടിരിക്കുകയാണ്. എവിടെ? ഇസ്രായേലിന്റെ അടുത്ത്. എത്ര ആയുധങ്ങള്, മനുഷ്യൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആയുധങ്ങള് ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടാറിയോ? അത്ര ടെക്നോളജിയാണ് ഇസ്രായേല്. പക്ഷെ ഒരു ചുണ്ണാമ്പും ഫലസ്തീനെ ചെയ്യാൻ കഴിയില്ല. മോളെ, ഞാൻ ചുമ്മാ പറയല്ല, ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, ഞാൻ ചെറിയ പയ്യനാ. എനിക്ക് 70 വയസ്സായി. എവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? അവിടുത്തെ ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്നത് അവിടെയുള്ള സ്ത്രീകളിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റും, തള്ളമാരിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റും, പിന്നെ ചെറിയ പിച്ച് പൈതമക്കളിനെ തലയിൽ AK-47 വെച്ച് അലക്കാൻ പറ്റും. അത് നിങ്ങൾ കുറെ പാവപ്പെട്ട ആൾക്കാരെ കൊല്ലാൻ തുടങ്ങിയത് കാലം എത്രയായി? നിങ്ങൾ എത്ര കൊല്ലം നിങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളില് സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ലേ? 2005 നിങ്ങൾ വിട്ടിട്ട് തിരിച്ച് നിങ്ങളെ പിന്നെ ഇസ്രായേലിലേക്ക് പോയത്. നിങ്ങൾ എന്താ കണ്ടിന്യൂ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്തില്ല? കാരണം ഇസ്രായേലിൽ നിൽക്കാൻ പറ്റില്ല. ഇസ്രായേലിൽ 10 കിലോമീറ്റർ മാത്രമേ ലോകത്തിൽ ആർക്കും നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കി 30 കിലോമീറ്റർ ഇസ്രായേലിന്റെ 2 സൈഡിലാണ് കിടക്കുന്നത് ഫലസ്തീന്. ഒന്ന് കാൽഭാഗവും ഒന്ന് തലഭാഗവും. ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് തലഭാഗത്താണ്. ഈ തലഭാഗത്ത് 10 കിലോമീറ്റർ മാത്രം ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് എത്ര വലിയ യുദ്ധം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരിക്കലും ഗ്രൗണ്ട് വാർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ആരായിട്ട്? ഫലസ്തീനായിട്ട്. കാരണം എന്തുകൊണ്ടാണ്? ട്രെയിനഡ് പീപ്പിൾ. അല്ലാണ്ട് അവർ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും കിട്ടുന്ന പറഞ്ഞിട്ടല്ല അവർ യുദ്ധം ചെയ്യണത്. ശമ്പളം കിട്ടിയാലല്ലേ യുദ്ധത്തിന് പോകുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇത് ശമ്പളത്തിന് വേണ്ടിയിട്ട് പോണവരല്ല,
സ്വന്തം ജീവൻ പണയം എഴുതി കൊടുത്തിട്ടേ അവരാണ് ട്രൈനഡ് പീപ്പിൾ. നിങ്ങൾക്കറിയാം, ലോകത്തിൽ നിങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പറന്നിറങ്ങണ യുദ്ധം എവിടെ കണ്ടത്? ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് പറന്നിറങ്ങിന്ന്. സഹോദര, പറന്നിറങ്ങണ ആദ്യം മേലക്കൂടെ ഒരു വിമാനം പോണ്ടേ? ഇസ്രായേലിന്റെ മേലക്കൂടെ എന്തെങ്കിലും പോകാൻ പറ്റുമോ? അത്രയും ഹൈ ടെക്നോളജിയാണ് ഇവര്. ഇസ്രായേൽ പറഞ്ഞ സാധാരണക്കാരല്ല, നിങ്ങൾ വിചാരിച്ച ആൾക്കാരല്ല ഇസ്രായേല്. ഇരുന്നു കൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവര്. എത്ര നോബൽ സമ്മാനങ്ങളും എത്ര സമ്മാനങ്ങളും മേടിച്ച വലിയ വലിയ സയന്റിസ്റ്റുകളാണ് അവര്. പക്ഷേ ഇസ്രായേലിന് ഒരു ചുക്കും ചെയ്യാന്, ഫലസ്തീന് ഒരു ചുക്കും ചെയ്യാന് അവർക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുമില്ല, ഇനിയോട്ട് കഴിയൂല. കാരണം ഇപ്പൊ അവർ എത്ര വലിയ യുദ്ധം നടത്തിയാലും, ഇപ്പൊ പിന്നെ എന്താണ് ആ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഞാൻ ഗ്രൗണ്ട് പോലെ ആക്കുന്നു. ആരിനെ? ഫലസ്തീനെ. മറ്റൊരു പറഞ്ഞു ഞാൻ ഡെസർട്ട് പോലെ ആക്കുന്നു. ചിലവര് പറഞ്ഞു ഞാൻ മൂക്കിക്കൂടെ വലിക്കുന്നു. എന്റെ സഹോദര, വടക്കാത്ത സ്വപ്നാണിത്. ഇസ്രായേലിനെ ഫലസ്തീനെ ഒരു ചുക്കും ചുണ്ണാമ്പും ഈ ലോകത്തിലെ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ഒരു പ്രമാണിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് നിങ്ങളെ ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും, എസ്പെഷ്യലി മലയാളികളുണ്ടല്ലോ, മലയാളികൾക്ക് വാല് മൂടും അറിയില്ല. വാലേതാണ് മൂടേതാന്ന് അറിയില്ല. എല്ലാം തലയാണ്. എന്റെ സഹോദരന്മാരെ, ഇസ്രായേൽ അടിക്കാൻ തുടങ്ങിയ കാലം കുറേ ഫലസ്തീനെ ഇന്ന് വരെ ഒരു ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനിയോട്ട് പറ്റൂല.